സങ്കല്പകൽപ്പനസ്യ ചിദധിഷ്ഠാനകത്വാത് ചിന്മാത്രം തത്വം ഇതി വ്യതിഹാരേണ ദൃഢയതി. സങ്കല്പം, കൽപ്പനം രണ്ടും ഒന്ന് തന്നെയാണ്. സങ്കല്പിക്കുക എന്നർത്ഥം, ഭാവന ചെയ്യുക, ചിന്തിക്കുക, വിചാരിക്കുക എന്നൊക്കെ അർത്ഥം. ആ സങ്കല്പം അല്ലെങ്കിൽ കൽപ്പനകൾക്ക് ചിത്താണ് അധിഷ്ഠാനം. അതുകൊണ്ട് അവയും ചിത്ത് തന്നെ. സങ്കല്പങ്ങൾ, ചിന്തകൾ എന്നൊക്കെ പറയുന്നത് അന്തിമമായി ചിത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ചിന്മാത്രം യദ്യദാഭാതം ജലവാഹ വിവർത്തവത് തത്താദൃക്കഥമന്യാഭമന്യസ്യാസംഭവാത് ഭവേത്. യദ്യദാഭാതം, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉള്ളതായി മനുഷ്യർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളതായി അവരുടെ അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കുന്നു, അതൊക്കെ ചിന്മാത്രം, ചിത്ത് തന്നെയാണ്. ചിത്തല്ലാതെ അല്പം പോലും മറ്റൊന്നില്ല. ചിതിഹാസ്തീഹ ചിന്മാത്രം ഇതം ചിന്മയമേവഹി ചിത്വം ചിദഹം ഏതേച ലോകാഹ ചിതിതി സംഗ്രഹ. ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് വസിഷ്ഠ മഹർഷി പറഞ്ഞതാണ്. വസിഷ്ഠ മഹർഷി അല്ല, അത് ശുക്രാചാര്യരാണ് പറയുന്നത്, അല്ലേ? ശുക്രാചാര്യരെ കൊണ്ട് വാൽമീകി, മഹാബലിയല്ല, എവിടെയോ പോകുന്ന സമയത്ത് ശുക്രാചാര്യരുടെ അടുത്ത് ആരോ ഒന്ന് ചോദിക്കുകയാണ്, എന്താണ്, ഉറപ്പാണോ? ശരി ശരി, അപ്പം എനിക്ക് തന്നെയാണ് തെറ്റിയത്. അപ്പോൾ കൂടുതലൊന്നും വിശദീകരിക്കാൻ സമയമില്ല. അദ്ദേഹത്തിന് ദേവലോകത്തിൽ ഒരു അർജൻറ്റ് കോൺഫറൻസ് ഉണ്ടെന്നാണ്, ഇതൊക്കെ ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നത്. ദേവലോകത്തിൽ അർജൻറ്റായിട്ടൊരു കോൺഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് അവിടെ പോവുകയാണ്. എന്നാലും ചുരുക്കി പറയാം. ചിതിഹാസ്തി, ചിത്ത് മാത്രം, ചിത്ത് ഇവിടെ ചിത്തുണ്ട്, ചിന്മാത്രം, അതുമാത്രമേ ഉള്ളൂ. ഇതം ചിന്മയമേവഹി, ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം ചിന്മയം തന്നെയാണ്, ചിത്തല്ലാതെ മറ്റൊന്നല്ല. ചിത്വം, നീ ചിത്താണ്. ചിദഹം, ഞാൻ ചിത്താണ്. ഏതേച ലോകാഹ, ഈ കാണപ്പെടുന്ന 14 ലോകങ്ങളും അല്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ചിത്ത് തന്നെ. ഇതി സംഗ്രഹ, ഇത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ്? സർവം ഖൽവിദം ബ്രഹ്മ, സർവം വിഷ്ണുമയം ജഗത്, സർവം ബ്രഹ്മമയം, നേഹ നാനാസ്തി കിഞ്ചന. എല്ലാറ്റിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ചിത്തല്ലാതെ അണുപോലും പലതില്ല. ഇതാണ് ഒരു ആത്മജ്ഞാനി മനസ്സിലാക്കുന്നത്. ഒരുപാടൊന്നും മനസ്സിലാക്കാനില്ല, പലതില്ല, ഒന്നേ ഉള്ളൂ. ഇത്രയേ നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുള്ളൂ. ചിന്മാത്രം യദ്യദാഭാതം ജലവാഹ വിവർത്തവത്. ജലവാഹം എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥം. നദി ഒഴുകുമ്പോൾ ആ നദിയിൽ പല ചുഴികളും പ്രത്യക്ഷപ്പെടും. ഈ ഇടയ്ക്ക് കാറ്റ് കുറച്ച് കൂടുതലാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഴയില്ല, ഭയങ്കര കാറ്റാണ്. മഴയൊക്കെ അങ്ങോട്ടാണ്, അതായത് കോട്ടയം തൊട്ട് വടക്കോട്ടാണ്. പത്മനാഭൻ്റെ നാട്ടിൽ മഴയില്ല. നിനക്കൊക്കെ ഇത്രയും മഴ മതി എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ വെള്ളം കിട്ടിയാൽ മതി. എവിടെയൊക്കെയാണ്? ഹിമാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കം, അവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്ന, അവിടെ ഒന്നും മഴ അധികം പെയ്യാറില്ല. അവിടെ തകർപ്പൻ മഴ പെയ്ത് ഉരുൾപൊട്ടലും അതുപോലെയുള്ള ആ അമർനാഥ് യാത്ര എല്ലാം ഒഴുകി പോവുകയാണ്. അപ്പോൾ കാറ്റ് ഇന്ദ്രനാണ് തലവൻ. ഇന്ദ്രൻ്റെ അധീനതയിലാണ് കാറ്റെന്ന് പറയുന്നത്. മഴ പെയ്യുന്നത് ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ വായുവും കൂടെ സഹായിക്കും. ഈ മഴമേഘങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ പറത്തി കൊണ്ടുപോയി അവിടെ മഴ പെയ്യിക്കുക എന്നുള്ളതാണ് ഇന്ദ്രൻ്റെ ജോലി. അപ്പോൾ അവരുടെ കൃത്യം അവർ ഭംഗിയായിട്ട് നടത്തുന്നു. കാലാവസ്ഥ പ്രവചിക്കുന്നവർ അവർ ഇതുണ്ട്.
അവരുടെ പ്രവചനം അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങൾ, ഈ 2 മാസമാണ് നമുക്ക് നല്ല മഴ കിട്ടുന്നത്. ആഗസ്റ്റൊക്കെ ആകുമ്പം കുറച്ച് മഴ അല്പാൽപമായി കുറയും, അവസാനം ഒന്നും ഇല്ലാതാവും. ഇത് ജൂണിൽ തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമേ നല്ല മഴ ലഭിച്ചുള്ളൂ. ജൂലൈയിൽ അല്ലെങ്കിൽ ആ ജൂൺ പകുതിക്ക് ശേഷം വലിയ മഴയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് 1-2 മഴ. വടക്കൻ ജില്ലകളിൽ തകർത്ത് പെയ്യുന്നുണ്ട്. എറണാകുളത്തൊക്കെ ഉഗ്രം മഴയാണ്. ഇന്നലെ മഴ പെയ്തു എന്നാണ് കസിൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇത്രയും മതി. വെള്ളം കിട്ടുന്നുണ്ടല്ലോ, അത് മതി. ഏത് വെള്ളമായാലും നമുക്ക് വെള്ളം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. കുപ്പിയിൽ വരുന്ന വെള്ളമായാലും ശരി, പൈപ്പിൽ വരുന്ന വെള്ളമായാലും ശരി, നമുക്ക് വെള്ളത്തിന് ഒരു പഞ്ഞവുമില്ല. ജലവാഹ വിവർത്തവത്, നദിയിൽ പ്രത്യക്ഷപ്പെടുന്ന വിവർത്തം ചുഴികളെപ്പോലെയാണ് ചിത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ദൃശ്യങ്ങൾ. തത്താതൃ കഥം അന്യാഭം അന്യസ്യ അസംഭവാത് ഭവേത്, ചിത്തിൽ നിന്നുണ്ടായത് ചിത്തല്ലാതെ മറ്റെന്താകും? ഈ ചോദ്യത്തിന് മറുപടി പറയണം. കാരണത്തിൽ നിന്ന് ഭിന്നമായി കാര്യമുണ്ടാവാൻ സാധ്യമല്ല. ഒന്ന് മറ്റൊന്നിൽ നിന്നുണ്ടാവുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഏതിൽ നിന്നാണോ ഉണ്ടാവുന്നത് അത് കാരണം, ഏതാണോ ഉണ്ടായത് അത് കാര്യം. കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാവുന്നത്. കാരണത്തിൽ നിന്ന് കാര്യമുണ്ടാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഈ കാര്യം കാരണത്തിൽ നിന്ന് വിഭിന്നമാവാൻ പറ്റില്ല. കാരണം തന്നെയാണ് കാര്യരൂപം കൈക്കൊള്ളുന്നത്. അതുപോലെ എല്ലാറ്റിൻ്റെയും കാരണം ഈ ബ്രഹ്മമാണ്. പരമകാരണം എന്നാണ് ബ്രഹ്മത്തെ പറയുന്നത്. ആ പരമകാരണത്തിൽ നിന്ന് കാര്യരൂപ പോലെ കാണപ്പെടുന്നതാണ്. വാസ്തവത്തിൽ ആത്മാവിൽ നിന്ന് മറ്റൊന്നും ഉണ്ടാവാൻ പറ്റില്ല. എന്നാലും ഈ ദൃശ്യപ്രപഞ്ചം ആത്മാവിൽ നിന്ന് പൊന്തിയതാണ് എന്നാണ് ഉപനിഷത്തും മറ്റും പറയുന്നത്. അങ്ങനെ ആത്മാവിൽ നിന്ന് പൊന്തിയ ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് ഉപനിഷത്തുകൾ അംഗീകരിക്കുന്നത് കൊണ്ട് കാരണത്തിൽ നിന്ന് ഭിന്നമായ ഒരു കാരണം ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ള യുക്തിയെയും അംഗീകരിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തീരുമാനിക്കണം, ബുദ്ധി ആ തീരുമാനമെടുക്കണം. തത്താതൃ കഥയ കഥം അന്യാഭം, കാരണത്തിൽ നിന്ന് പൊന്തിയ കാര്യം എങ്ങനെ കാരണഭിന്നമാകും? അന്യസ്യ അസംഭവാത് ഭവേത്, കാരണത്തിൽ നിന്ന് കാരണഭിന്നമായ ഒരു കാര്യം പൊന്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം ബ്രഹ്മമല്ല എന്ന് നിങ്ങൾ കരുതിയാലും ഇതിൻ്റെ ഉറവിടം ബ്രഹ്മമായതുകൊണ്ട് ആ ഉറവിടമായ ബ്രഹ്മം തന്നെയാണ് കാര്യരൂപമായ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് തീരുമാനിക്കണം. ആ ഒരു ഉറപ്പ് നേടണം. കാരണത്തിൽ നിന്ന് വേറിട്ട ഒരു കാര്യം ഒരു സ്ഥലത്തും ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല. കാര്യം തന്നെയാണ് കാരണം, കാരണം തന്നെയാണ് കാര്യം. അപ്പോൾ പിന്നെ ഈ കാര്യം കാരണം എന്നുള്ള 2 വാക്കെന്തിന് എന്ന് ചോദിച്ചാൽ, കാര്യം കാരണം ഈ 2 ഭാവത്തിൽ കാണപ്പെടുന്നത് കാര്യകാരണങ്ങൾക്കപ്പുറത്തുള്ള കേവല സത്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോസ് ആൻഡ് ഇഫക്റ്റ്. നിങ്ങൾ കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് കാരണമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, എന്തിൻ്റെ കാരണം ചോദിക്കില്ലേ? ഇത് കാരണമാണെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കാരണം എന്ന് ചോദിക്കും. ഇത് കാര്യമാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഈ കാര്യകാരണങ്ങൾ ഈ 2 വാക്കുകളും റിലേറ്റീവാണ്, ഇൻ്റർഡിപ്പെൻഡൻറ്റ്, മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്നുണ്ടെങ്കിൽ മറ്റേതുമുണ്ട്. ഒന്നിന് നിങ്ങൾ കാരണമെന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെ കാരണം എന്ന് പറയാനായി കാര്യത്തെയും പറയേണ്ടി വരും. കാര്യത്തെ അംഗീകരിച്ചാൽ ഈ കാര്യം ഏതിൽ നിന്നാണ് വന്നത് അതിനെ കാരണമെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ കാര്യകാരണ ശൃംഖല ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടെന്നോ, മായയാണത്. മായയാണ്. ബ്രഹ്മം ഒന്നിൻ്റെയും കാരണവുമല്ല
ഒന്നിൻ്റെയും കാര്യവുമല്ല. അത് മറ്റൊന്നിൽ നിന്ന് പൊന്തിയതല്ല, അതിൽ നിന്ന് മറ്റൊന്ന് പൊന്താനും പറ്റില്ല. അതുമാത്രം സദേവ സൗമ്യ ഇതമഗ്രാസീത്. കുഞ്ഞേ, ഉപനിഷത്തിലെ ആചാര്യൻ ശിഷ്യനോട് പറയുകയാണ്, മോനെ കുട്ടാ, സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പിന്നീടാണോ പ്രപഞ്ചം ഉണ്ടായത്? പ്രപഞ്ചം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും സത്ത് മാത്രമേ ഉള്ളൂ. ഇനി മേലും സത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സത്ത് എന്നും നിലനിൽക്കുന്ന നിർവികാരമായ തത്വമാണ്. അതിൽ നിന്ന് ഒന്നും യഥാർത്ഥത്തിൽ പൊന്താൻ പറ്റില്ല. പൊന്തുന്നതായി നിങ്ങൾക്ക് തോന്നാം. അങ്ങനെ തോന്നിയാലും അതല്ലാതെ ആ ദൃശ്യം അല്ലെങ്കിൽ കാര്യം കാരണം തന്നെയാണ്. കാര്യത്തിൽ കാരണത്തെ കാണുകയും വേണം, കാരണത്തിൽ കാര്യത്തെ കാണുകയും വേണം. ഇതാണ് സമഗ്രമായ ദൃഷ്ടി എന്ന് പറയുന്നത്. അതായത് സ്വർണത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങളെ കാണാൻ കഴിയണം എന്ന് പറഞ്ഞാൽ, അരൂപമായ സ്വർണം നാമരൂപങ്ങളോട് കൂടിയ ആഭരണങ്ങളായ പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. അത് സ്വർണത്തിൽ അന്തർലീനമായ ഒരു ശക്തിയാണ്. എല്ലാ കാരണങ്ങളുടെ ഉള്ളിലും ഒരു ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണത്? കാര്യങ്ങളെ പൊന്തിച്ച് കാണിക്കാനുള്ള ശക്തി. ഒരു വിത്ത്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെടിയോ മരമോ ഒക്കെ ഉണ്ടാവുന്നത്. വിത്ത് തന്നെയാണ് വൃക്ഷമായി മാറുന്നത്. എന്തിനെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. വിത്തിൻ്റെ ഉള്ളിൽ വൃക്ഷത്തെ പ്രകടമാക്കാനുള്ള ഒരു ശക്തി ഒളിഞ്ഞു കിടക്കുന്നു. അത് വൃക്ഷമായി മാറും. ആ വൃക്ഷത്തിൽ അനേകം വിത്തുകൾ ഉണ്ടാകും. ആ ഓരോ വിത്തിൽ നിന്നും ഓരോരോ വൃക്ഷങ്ങളും ഉണ്ടാകും. ഇങ്ങനെ ഇതൊരു പരമ്പരയായി, സീരിയൽ പോലെ, ഒടുങ്ങാത്ത സീരിയൽ. ഒരാൾ സീരിയൽ പിടിക്കാൻ ആരംഭിച്ചു. എടുത്തെടുത്ത് കുറേ എപ്പിസോഡുകളായി. പാവം മരിച്ചുപോയി. അടുത്തത് മകൻ അച്ഛൻ്റെ ദൗത്യം ഏറ്റെടുത്തു. അയാളുടെ ഇതും കഴിഞ്ഞു. പ്രേക്ഷകരുടെയും കഥ ഇതിൽ നിന്ന് അല്പം പോലും വ്യത്യസ്തമല്ല. അമ്മൂമ്മ TV കണ്ടുകൊണ്ടിരുന്നു, സീരിയൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. അമ്മൂമ്മ മരിച്ചു. അമ്മൂമ്മയും അമ്മയും അല്ലെങ്കിൽ അച്ഛനും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ചേർന്നാണ് കാണുന്നത്. കൊച്ചുമക്കൾ നേരത്തെ കാണാൻ തുടങ്ങിയതാണ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവന് വയസ്സായി, അവൻ അച്ഛനായി, അപ്പൂപ്പനായി. ഈ സീരിയൽ അവസാനിക്കുന്നില്ല. എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിങ്ങൾ പല സീരിയലുകളുടെ ഈ കഥയൊന്ന് ആലോചിച്ച് നോക്കും. എന്താണ് തുടക്കം മുതൽ അവസാനം വരെ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ബോംബെ മുട്ടായി പോലെയാണ്. നിങ്ങൾ സാധനം കണ്ടിട്ടുണ്ടോ? ബോംബെ മുട്ടായി എന്ന് പറയുന്നത് പഞ്ഞി പോലെ, പഞ്ഞി മുട്ടായി. വാക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഡയലോഗുണ്ട്, പാട്ടുണ്ട്, എന്തൊക്കെയോ ഉണ്ട് അതിൽ, പല രംഗങ്ങളും ഉണ്ട്. പക്ഷേ കഴമ്പായിട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും. ഇത് ഒരു സ്വപ്നമോ സീരിയലോ പോലെയാണ്. ഒന്നുമില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് കല്ലേറ്, വേറൊരു സ്ഥലത്ത് കലാപരിപാടികൾ, വേറൊരു സ്ഥലത്ത് യുദ്ധം, വേറൊരു സ്ഥലത്ത് പ്രകൃതിക്ഷോഭം. ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ടെങ്കിലും ആകെപ്പാടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഇവിടെ ഒന്നും ഇല്ല. ഉള്ളത് ആത്മാവ് മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. അത് ഒരു തരത്തിലുള്ള പരിവർത്തനത്തിനും വിധേയമാവുന്നില്ല. കാരണത്തിൽ നിന്ന് ഒരിക്കലും കാര്യം വേറിട്ട് കാണപ്പെടുന്നില്ല. ആ രണ്ട് വാക്കുകളും സാപേക്ഷങ്ങളാണ് എന്നർത്ഥം. ജലസ്യ വാഹ പ്രവാഹ. ജലത്തിൻ്റെ വാഹം എന്ന് പറഞ്ഞാൽ പ്രവാഹം, ഒഴുക്ക്. അതായത് വെള്ളം ഒഴുകുമ്പോൾ തത്രത്യാവർത്ത തരംഗ ബുദ്ബുദാദി വിവർത്തവത്. വെള്ളം ചലിക്കാതെ ഇരുന്നാൽ വെള്ളമായിട്ട് മാത്രമേ അത് നിൽക്കൂ. വെള്ളം ചലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴുകുമ്പോഴാണ് ആവർത്തം ചുഴി, തരംഗം തിര, ബുദ്ബുദം കുമിള ഇവയെല്ലാം ഉണ്ടാകുന്നത്. ചലിക്കുന്ന വെള്ളത്തിലാണ് ഈ പറഞ്ഞവയെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. വെള്ളം ചലിക്കാതെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല.
ചലിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ചലിക്കുമ്പോൾ പല രൂപങ്ങളും കാണും. അല, ചുഴി, കുമിളകൾ ഇതെല്ലാം കാണും. അപ്പോഴും നമുക്ക് കുഴപ്പം ഉണ്ടാവുന്നത് പോലെ തോന്നും, കുഴപ്പമുള്ളതുപോലെ തോന്നും. കാരണം കുമിളകൾ പൊന്തുന്നു, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നു. ഓ, വലിയ പ്രശ്നം, കുമിള പൊട്ടി. കുമിളയ്ക്ക് മുമ്പുണ്ടായിരുന്നത് വെള്ളമാണ്, കുമിളയുടെ രൂപത്തിൽ കാണപ്പെടുന്നതും വെള്ളമാണ്. കുമിള പൊട്ടിയാലും അവസാനം വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇത്ര ബേജാറാവേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഒന്നുമില്ലാത്ത കാര്യത്തിനാണ് മനുഷ്യർ ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ ഈ ജലവാഹത്തിൽ, പ്രവാഹത്തിൽ ആവർത്തം, തരംഗം, ബുദ്ബുദം തുടങ്ങിയവ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. അവയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, വ്യാപിച്ചിരിക്കുന്നത് ജലം മാത്രമാണ്. ആവർത്താദൗ നാഭി കുഹരാദി സാദൃശ്യാത് കഥഞ്ചിത് അന്യാഭതാപി ഭവേത്. ചുഴി മുതലായവയിൽ ഒരു ചുഴി എടുത്തു കഴിഞ്ഞാൽ ചുഴിയുടെ മധ്യഭാഗം, അതാണ് അതിൻ്റെ നാഭി. നടുക്ക് ഒരു ചെറിയ, അത് അവിടെയാണ് ഏറ്റവും ഇങ്ങനെ വെള്ളം കിടന്ന്, അതായത് വെള്ളത്തിലുള്ളൊരു കുഴി പോലെയാണല്ലോ ചുഴി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളത് അതിൻ്റെ നാഭിയാണ്. അതിന് ചുറ്റും ഈ വെള്ളം കറങ്ങുന്നു. അപ്പോൾ നാഭി, കുഹരം, കുഹരം എന്ന് പറഞ്ഞാൽ ഗുഹ. അതായത് ഒരു ചുഴി ഇങ്ങനെ ചുറ്റുമ്പോൾ, കറങ്ങുമ്പോൾ ആ സെൻട്രലിലുള്ള ഭാഗമാണ് നാഭി, അതിന് ചുറ്റും ഉള്ള ഭാഗമാണ് ഗുഹ അല്ലെങ്കിൽ കുഹരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കൽപ്പിച്ചാലും വെള്ളം മാത്രമേ ഉള്ളൂ അതിൽ. അല്ലാതെ എന്താണ്, നിങ്ങൾ നാഭി എന്ന് പറഞ്ഞാലും കുഹരം എന്ന് പറഞ്ഞാലും എല്ലാം വെള്ളത്തെ തന്നെയാണ്. കഥഞ്ചിത് അന്യാഭതാപി ഭവേത്. പുതിയ ഒന്നും അവിടെ ഉണ്ടാവുന്നില്ലല്ലോ. വെള്ളമല്ലാതെ മറ്റൊന്നും പുതിയതായി പ്രത്യക്ഷപ്പെടുന്നില്ല. ഇഹതു സദൃശസ്യ വിസദൃശസ്യ ച അന്യസ്യ അത്യന്ത അസംഭവാദ് അന്യാഭമപി കഥം ഭവേദിത്യർത്ഥഃ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആത്മാവിൻ്റെ കാര്യമെടുത്താൽ സദൃശം, വിസദൃശം. സദൃശം എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ളത്, വിസദൃശം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായവ. അങ്ങനെയൊക്കെ പലതും ഇവിടെ നമ്മൾ കണ്ടാലും രണ്ട് വസ്തുക്കൾ ഒരുപോലെ ഇരിക്കുന്നു കാണാൻ. അല്ലെങ്കിൽ അവയ്ക്ക് തമ്മിൽ വൈജാത്യമുണ്ട്, ഭേദമുണ്ട്, വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ സദൃശം, വിസദൃശം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും മറ്റൊന്ന് എന്ന വാക്കിന് ആത്മാവിൽ പ്രസക്തിയില്ല. ആത്മാവ് തന്നെയാണ് സദൃശങ്ങളായും വിസദൃശങ്ങളായും കാണപ്പെടുന്നത്. ഒരേ വസ്തു തന്നെ, അല്ലാതെ വസ്തുഭേദം ഒരിക്കലും ഉണ്ടാകുന്നില്ല, ഉണ്ടാവാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടാകാനാണ് എന്നാണ് ചോദിക്കുന്നത്. അന്യസ്യ അത്യന്ത അസംഭവാദ് അന്യാഭമപി കഥം ഭവേദിത്യർത്ഥ. മറ്റൊന്നുണ്ടെങ്കിലേ മറ്റൊന്നിൻ്റെ തോന്നലുണ്ടാവും. ഈ മറ്റൊന്ന് എന്നുള്ള ആശയത്തിന് ആത്മാവിൽ പ്രസക്തിയില്ല. അത് എപ്പോഴും ഒന്നായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അഭാവഃഖേജ ഖമിതം സർഗാദൗ പരമാംബരം സ്വയം ജഗതി ഭാഭാതി നാന്യത് പ്രളയസർഗകൗ. അഭാവഃഖേജ ഖമിതം. ആകാശത്തിൽ അഭാവം മാത്രമേ ഉള്ളൂ. അഭാവം എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നർത്ഥം. ശൂന്യതയുടെ മറ്റൊരു പേരാണ് ആകാശം, ഇടം, സ്ഥലം. അതുപോലെ സർഗാദൗ പരമാംബരം, സൃഷ്ടിയുടെ ആരംഭത്തിൽ ചിദാകാശം തന്നെയാണ് പ്രപഞ്ചം എന്ന പോലെ കാണപ്പെടാൻ തുടങ്ങിയത്. ആദ്യം ഉണ്ടായിരുന്നത് ചിത്താണ്. അത് ചിദാകാശമാണ്, ചിദംബരമാണ്, അത്യന്തം സൂക്ഷ്മമാണ്. അതിന് നാമരൂപങ്ങളില്ല, അതിൽ നിന്ന് ഒരു കാര്യവും ഉണ്ടാവാൻ പറ്റില്ല. അത് മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതുമല്ല, അത് കേവലമാണ്. ദ്വൈതത്തെ അല്പം പോലും അംഗീകരിക്കാത്ത ഒന്നാണ് ഈ ആത്മതത്വം അല്ലെങ്കിൽ പരബ്രഹ്മം. അതിൽ മറ്റൊന്ന് എങ്ങനെ ഉണ്ടാവും? പക്ഷേ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ അതിസൂക്ഷ്മമായ ആത്മതത്വം ആകാശം എന്ന പോലെ കാണപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു തോന്നൽ, ഒരു ഭ്രമമുണ്ടായി. സ്വയം ജഗതിവാഭാതി. ആത്മാവ് സ്വയം
തന്നെ ജഗത്ത് എന്ന പോലെ ആക്കി തീർത്തു. ജഗത്തായി മാറി എന്ന് പറയുന്നില്ല, ജഗത്ത് എന്ന പോലെ ആത്മാവ് ഒരു തോന്നലുളവാക്കി. സ്വയം ജഗതിവാഭാതി നാന്യത് പ്രളയസർഗകവും. ആത്മാവ് തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്, പുതിയതായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല. സൃഷ്ടി, പ്രളയം, ഈ വാക്കുകൾക്ക് ആത്മാവിൽ അർത്ഥമില്ല. അതൊക്കെ ആത്മാവിനെ അറിയാത്തവർ പറയുന്ന വാക്കുകളാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും ഉണ്ടാവുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പുതിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഉണ്ടായെങ്കിലല്ലേ നശിക്കേണ്ട കാര്യമുള്ളൂ. ആത്മാവ് ഉണ്ടാകാത്ത ഒന്നാണ്, അതിൽ നിന്നും മറ്റൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് നശിക്കാനാണ്? നശിക്കാനൊന്നും ഇവിടെ ഇല്ല. ആത്മാവ് നശിക്കത്തില്ല. ആത്മാവിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുമ്പോഴും ആ പ്രപഞ്ചവും ആത്മതത്വം തന്നെയാണ്. വെറുതെ ഒരു രൂപം, കുറേ രൂപങ്ങൾ, നാമരൂപങ്ങൾ പൊന്തി, അതൊക്കെ ആത്മാവ് തന്നെയാണ്. ആ നാമരൂപങ്ങൾ മറഞ്ഞുപോയാലും ഇവിടെ വിഷമിക്കാനൊന്നുമില്ല. എന്താ വിഷമിക്കാനുള്ളത്? ആഭരണ നാമരൂപങ്ങൾ സ്വർണം എന്ന പൂർവസ്ഥിതിയെ പ്രാപിച്ചാൽ അതിൽ വിഷമിക്കാനെന്തിരിക്കുന്നു? നാമരൂപങ്ങൾ ആഭരണങ്ങളായി കാണപ്പെട്ടു, അതെല്ലാം കൂടെ ഉരുക്കി നാമരൂപങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്വർണ്ണക്കട്ടയുണ്ടാക്കി. ആരെ തട്ടാൻ? അയ്യോ ആഭരണങ്ങൾ മരിച്ചുപോയി എന്ന് വിലപിക്കേണ്ട കാര്യമുണ്ടോ? ഇതുപോലെയാണ്. ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം, ലഡ്ഡു വിതരണം, ജിലേബി, പാർട്ടി, എന്തൊക്കെയോ. മരിച്ചുപോയ എന്തുകൊണ്ടാണ് ഇവർ കേക്കും ലഡ്ഡു ഒന്നും വിതരണം ചെയ്യാൻ? കേക്ക് മാറ്റി സദ്യ, അത് മറ്റേ ഇതിന് സഞ്ചയനത്തിൻ്റെ എന്നല്ലേ ഉള്ളൂ. ശവം കിടക്കുമ്പോൾ ലഡ്ഡു വിതരണം ചെയ്യാൻ എന്തുകൊണ്ട് നമ്മളാരും തയ്യാറാവുന്നില്ല? ആ അടി കിട്ടുന്നുള്ളത് ശരിയാണ്. വാസ്തവത്തിൽ മരണം എന്നുള്ള വാക്കിന് അർത്ഥമില്ല. ആരും മരിക്കുന്നില്ല. നജായതേ മ്രിയദേവ കഥാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യഃ ശാശ്വതഃ അയം പുരാണഃ നഹന്യതേ ഹന്യമാനേ ശരീരേ. തീർത്ത് പറയുകയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ. ശരീരം ഹനിക്കപ്പെടുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നശിക്കുമ്പോൾ ആത്മാവ് നശിക്കുന്നില്ല. കാരണം അത് ശരീരവിലക്ഷണമായ ഒന്നാണ്. ദേഹവുമായി ഈ ആത്മാവിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അത് അവിടെ മാത്രം ഉള്ളതല്ല, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ്. തന്നെ ജീവൻ എന്ന് കരുതുമ്പോൾ ശരീരത്തിനകത്ത് കുടുങ്ങിയ ഒരു വ്യക്തിയായി ഒരാൾ സ്വയം കരുതുന്നു. വാസ്തവത്തിൽ താൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്. തന്നിലാണ് ഈ ശരീരങ്ങളും പ്രപഞ്ചവുമെല്ലാം പൊന്തുന്നത് എന്നാണ് ജ്ഞാനി അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരെ ഓർത്ത്, അല്ലെങ്കിൽ എന്തിനെ ഓർത്ത് കരയാൻ, ദുഃഖിക്കാൻ? എന്നാലും മനുഷ്യരെല്ലാവരും കൂട്ടക്കരച്ചിലാണ്. എവിടെ നോക്കിയാലും നെഞ്ചത്തടിയും വിലാപവും ഒക്കെയാണ് സർവത്ര. ഒരു ശവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെഞ്ചത്ത് അടിച്ച് കരയണം. അതെന്തോ ഒരു ചടങ്ങ് പോലെ ചെയ്യുകയാണ്. അയ്യോ എനിക്കാരുമില്ലേ, എന്നെ ഇട്ടേച്ചു പോയേ. അദ്ദേഹം നിങ്ങളെ ഒരിക്കലും ഒരാളായിട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നിങ്ങളെ ഒരു വ്യക്തി എന്നുള്ള പരിഗണന നിങ്ങൾക്ക് നൽകിയിട്ടേ ഇല്ല. പിന്നെ അങ്ങേരെ എങ്ങനെയാണ് നിങ്ങളെ ഇട്ടേച്ചു പോവുക? നിങ്ങളുടെ ഒരു സങ്കല്പമാണ്. അദ്ദേഹം എൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളും. പിടിച്ചാലല്ലേ ഇട്ടേച്ചു പോകേണ്ട കാര്യമുള്ളൂ. ആരെയും പിടിക്കുന്നില്ല, അതുകൊണ്ട് ഇട്ടേച്ചു പോകുന്ന പ്രശ്നവുമില്ല. എന്നാലും ഇതൊക്കെ അജ്ഞത കാരണം മനുഷ്യൻ കണ്ണുനീർ വാർത്ത് കരയുന്നു. കരഞ്ഞ് ഈ സംസാരം എന്ന് പറയുന്നത് ഒരു സാഗരം പോലെയാണെന്നാണ് പറയുന്നത്. ഈ സംസാരം കടലാണ്. കടലിൽ എന്താണ്? ഉപ്പുവെള്ളം. അതുപോലെ കോടിക്കണക്കിന് ജീവന്മാർ ജന്മജന്മാന്തരങ്ങളായി ഒലിപ്പിച്ച കണ്ണീരാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ദുഃഖസാഗരമാണിത്. പലതിനെയും ഓർത്ത് പലരും പലകാലം കരഞ്ഞിട്ടുണ്ട്.
ആ കണ്ണീരെല്ലാം കൂടെ ചേർന്നാണ് ഈ സംസാര സാഗരം ഉണ്ടായത്. അല്ലെങ്കിൽ വല്ല അമൃതക്കടലെന്നോ അമൃതസാഗരമെന്നോ പറയാമായിരുന്നില്ലേ? എവിടെ നോക്കിയാലും കരച്ചിലും പിഴിച്ചിലും ഉഴിച്ചിലും. വേണമല്ലോ, കർക്കിടക കഞ്ഞി, അവിടെ വേദന ഇവിടെ വേദന, ഉഴിച്ചില്. ഈ ലോകം ഇങ്ങനെയേ നടക്കും. ഇവിടെ ആരും ജീവിതാവസാനം വരെ ആരോഗ്യത്തോടു കൂടെയോ അല്ലെങ്കിൽ ആനന്ദത്തോടു കൂടിയോ കഴിയാൻ പറ്റില്ല. ഇവിടെ എന്നും ദുഃഖവും രോഗവുമാണുള്ളത്. അനാരോഗ്യമാണ് കൂടുതൽ, ആരോഗ്യം വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് അതിനെയൊന്നും ഓർത്ത് കണ്ണുനീർ വാർത്തിട്ട് ഒരു പ്രയോജനവുമില്ല. ഉള്ളതിനെ വ്യക്തമായി ധരിക്കുക, മനസ്സിലാക്കുക. അഭാവഖേജ ഘമിതം സർഗാദൗ പരമാംബരം സ്വയം ജഗതിവാഭാതി നാന്യത് പ്രളയസർഗകൗ. പ്രളയം സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടി സംഹാരം അങ്ങനെയൊന്നും ഇവിടെ യഥാർത്ഥത്തിലില്ല. ഇതം ജഗത് സർഗസ്യ ആദൗ അഭാവഃ. ഈ പ്രപഞ്ചം സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇല്ലാത്തതായിരുന്നല്ലോ. ഉണ്ടായതാണ് ഈ പ്രപഞ്ചം എന്ന് അംഗീകരിച്ചാൽ ഇത് എന്നോ ഉണ്ടായ ഒന്നാണ്. ആ ഉണ്ടാകുന്നതിന് മുമ്പ് അതില്ലല്ലോ. അതിനു മുമ്പ് ഇതിൻ്റെ അഭാവം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ശാശ്വതമാണ്, സ്ഥിരമാണ്, എന്നും ഉള്ളതാണ് എന്ന് അംഗീകരിച്ചാൽ എന്നും ഉള്ളത് എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ആ സ്വഭാവത്തോട് കൂടിയത് ആത്മാവ് മാത്രമാണ്. ഈ പ്രപഞ്ചത്തെ നിങ്ങൾ അനശ്വരമാണെന്ന് കരുതിയാൽ ഈ പ്രപഞ്ചം ആത്മാവാണെന്ന് നിങ്ങൾ അറിയാതെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രപഞ്ചത്തിന് നാശമില്ല എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് ആത്മാവ് മാത്രമാണ്. ഈ പ്രപഞ്ചം ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ആത്മാവിനെ അംഗീകരിച്ചു കഴിഞ്ഞു. കാരണം നശിക്കാത്തത് ആത്മാവ് മാത്രമാണ്. ഇനി ഈ പ്രപഞ്ചത്തെ ഉണ്ടായ ഒന്നായിട്ടാണ് നിങ്ങൾ, ഇത് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ആ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇതില്ലല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അഭാവം മാത്രമല്ലേ ഉള്ളൂ. ഇതം ജഗത് സർഗസ്യ ആദൗ അഭാവഃ. ആരംഭത്തിൽ ഇല്ലാതിരുന്നിട്ട് ഇടയ്ക്ക് ഉള്ളതുപോലെ തോന്നിയിട്ട് അവസാനം വീണ്ടും ഇല്ലാതായി പോകുന്നതാണ് ഈ പ്രപഞ്ചം. ഇതിനെ സത്യമെന്ന് ബുദ്ധിമാൻ എപ്പോഴെങ്കിലും അയാളുടെ സ്വപ്നത്തിലെങ്കിലും വിചാരിക്കുമോ? അപ്പോൾ നമ്മളാരും ബുദ്ധിമാന്മാരല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇല്ലാത്തതാണ്, മൂന്ന് കാലത്തിലും ഇല്ലാത്തതാണ്, മൂന്ന് കാലത്തിലും ഉള്ളത് ആത്മാവാണ്. ആ ഉള്ളതിനെ അറിയാൻ ശ്രമിക്കാതെ ഈ ഇല്ലാത്ത ദൃശ്യങ്ങളിൽ മയങ്ങി ഭ്രമിച്ച് സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഈ ജീവന്മാർ തികച്ചും ഒന്നാന്തരം വിഡ്ഢികളാണ്, ഭ്രാന്തന്മാരാണ്, ബുദ്ധിസ്ഥിരതയില്ലാത്തവരാണ്, മന്ദബുദ്ധികളാണ്. ബുദ്ധി ഉണ്ടായിട്ടും അതിനെ പ്രയോഗിക്കുന്നില്ലല്ലോ. അതഹ ഖം ശൂന്യമേ വേദി. അപ്പോൾ ആദ്യം ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അസദ്വാ ഇദമഗ്ര ആസീത് തതോ വൈ സദജായത. ആദിയിൽ അസത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അസത്തിൽ നിന്നുണ്ടായതാണ് സത്ത്. എനിക്ക് ഈ ഉപനിഷത്ത് വാക്യം വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കി. ഒരിക്കൽ ഞാൻ സാറിനടുത്ത് ചോദിച്ചു, സാറേ സത്ത് മാത്രമല്ലേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ? സദേവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് ഒരു സ്ഥലത്ത് പറയുന്നു. തൈത്തിരീയോപനിഷത്തിൽ അസദ്വാ ഇതമഗ്ര ആസീത്. ഈ പരസ്പര വിരുദ്ധങ്ങളായ ശ്രുതിവാക്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ പൊരുത്തപ്പെടുത്തുക? ഇപ്പം ആദിയിൽ സത്താണോ ഉണ്ടായിരുന്നത്, അസത്താണോ ഉണ്ടായിരുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഉള്ളിൽ ഉദിച്ചു. ഞാൻ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്തും ചോദിച്ചു, സാറേ അസദ്വാ ഇത് സദേവ സൗമ്യ ഇതമഗ്ര ആസീത്, സംശയമില്ല, ആദ്യമേ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ തൈത്തിരീയോപനിഷത്തിൽ അതിന് നേരെ വിരുദ്ധമായിട്ടാണല്ലോ പറയുന്നത്, അസത്ത് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ പൊരുത്തപ്പെടുത്താൻ പറ്റും? സാറ് പറഞ്ഞു, അസത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമില്ലായിരുന്നു, ശൂന്യത മാത്രമേ
ആദ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല അർത്ഥം. ആദിയിൽ നാമരൂപങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഈ കാണുന്ന നാമരൂപങ്ങളൊന്നും ആദിയിലില്ലായിരുന്നു, സത്ത് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു ആശയക്കുഴപ്പമില്ല. ഈ അസത്ത് എന്നുള്ളതിന് ശൂന്യത, അഭാവം എന്നുള്ള അർത്ഥം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. നാമരൂപങ്ങളുടെ അഭാവമാണ് ആദ്യമുണ്ടായിരുന്നത്. ആ അഭാവത്തിന് നിദാനമായിരുന്നത് ആത്മാവാണ്. അപ്പോൾ ആത്മാവ് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിൽ നാമരൂപങ്ങൾക്ക് പ്രസക്തി ഇല്ലായിരുന്നു. അതായത് നാമരൂപങ്ങളുടെ അഭാവം ആത്മാവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അതാണ് അഭാവം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് ഋഷി ഉദ്ദേശിക്കുന്നത്. അതെ, അസത്ത് എന്നുള്ളതിന് ഇല്ലാത്തതെന്ന് എടുക്കരുത്, നാമരൂപങ്ങളുടെ അഭാവം. നാമരൂപങ്ങളൊന്നും പൊന്താത്ത സ്ഥിതി, അല്ലെങ്കിൽ നാമരൂപങ്ങൾ പൊന്തുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതി ഒന്നുമില്ല, ശൂന്യത. പക്ഷേ ആ ശൂന്യതയ്ക്ക് ആധാരമായി ഈ സത്തുണ്ടായിരുന്നു. നാമരൂപങ്ങൾ സത്തിൽ നിന്ന് പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ, അതാണ് അഭാവം അല്ലെങ്കിൽ അസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസത്തിൽ നിന്ന് സത്ത് ജനിച്ചു. അവിടെ സത്ത് എന്നുള്ള വാക്കിന് ആത്മാവ്, ബ്രഹ്മം എന്ന അർത്ഥം സ്വീകരിക്കരുത്. അസത്തിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ഋഷി മണ്ടനാണോ അസത്തിൽ നിന്ന് സത്തുണ്ടായി എന്ന് പറയാൻ? അവിടെ സത്ത് എന്നുള്ളതിന് ആത്മാവെന്നല്ല അർത്ഥം, നാമരൂപങ്ങൾ എന്നർത്ഥം. നാമരൂപങ്ങൾ ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നാമരൂപങ്ങൾ കാണപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അതാണ് അസത്തിൽ നിന്ന് സത്തുണ്ടായി എന്നതുകൊണ്ട് ഋഷി ഉദ്ദേശിച്ചത്. അതൊക്കെ തത്വദർശികളുടെ അടുത്ത് നിന്നും കേട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു പോകും. എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ട് നിറഞ്ഞവൻ്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങിക്കണം, കണ്ട് നിറഞ്ഞവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണം. വേദാന്തം പഠിക്കണമെങ്കിൽ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്തുനിന്ന് പഠിക്കണം. ഞാനല്ല പറഞ്ഞത്, ശിവഗിരി മഠത്തിൻ്റെ ശിവഗിരി മഠത്തിൻ്റെ ഒരു തലപ്പത്തിരുന്ന ഒരു സ്വാമിജിയാണ് പറഞ്ഞത്. ആണോ? അതായത് വേദാന്തം ആരുടെ അടുത്തെങ്കിലും ചെന്ന് കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ പറയാറില്ലേ, മാത്സിന് കല്യാണസുന്ദരം, പ്രൊഫസർ കല്യാണസുന്ദരം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണക്ക് പഠിക്കണം. അദ്ദേഹം മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നത് ആര് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആചാര്യന് തന്നെ ഒന്നും അറിഞ്ഞുടങ്ങി ശിഷ്യൻ അതിബുദ്ധിമാനായിരുന്നിട്ട് എന്ത് കാര്യം? ശിഷ്യന് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ ആചാര്യന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ, അധ്യാപന സാമർഥ്യമില്ലെങ്കിൽ ഈ പയ്യനെന്ത് ചെയ്യും? പാവം. അതുകൊണ്ട് ഓരോന്നിനും ഓരോരുത്തരുണ്ട്, അവരുടെ അടുത്ത് പോയി പഠിക്കണം. അല്ലാതെ ആരുടെ അടുത്തെങ്കിലും പോയി 10 കൊല്ലം 15 കൊല്ലം നിങ്ങൾ എത്ര കൊല്ലം പഠിച്ചു എന്നുള്ളതല്ല, ആരുടെ ശിഷ്യനാണ് നിങ്ങൾ? നിങ്ങളുടെ ഗുരുനാഥൻ ആര്? ആ ഗുരുനാഥൻ നല്ല അറിവുള്ള ആളായിരിക്കണം. അതുകൊണ്ട് വേദാന്തം പഠിക്കണമെങ്കിൽ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്തുനിന്ന് പഠിക്കണം എന്നൊരു സന്യാസി വര്യൻ അഭിപ്രായപ്പെട്ടതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് സാറിൻ്റെ മഹത്വം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പഠിച്ചോളൂ എന്ന് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു മഹാത്മാവിൻ്റെ പ്രഭാഷണങ്ങൾ പലകാലം ശ്രവിക്കാനും അദ്ദേഹത്തോട് സംവദിക്കാനും, സംവാദം എന്ന് പറഞ്ഞാൽ അവിടെ സംഭാഷണം എന്നുള്ള അർത്ഥമേ ഉദ്ദേശിക്കുന്നുള്ളൂ, സംവാദം എന്നുള്ളതിന് തർക്കം എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും നമ്മുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്താനും ഒക്കെ കഴിഞ്ഞത് തികഞ്ഞ ഈശ്വര കൃപ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ യോഗ്യനായ ഗുരുവിനെയും യോഗ്യനായ ശിഷ്യനെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി ആ ജ്ഞാന ദീപം കത്തിക്കുന്നത് ഈശ്വരൻ്റെ ജോലിയാണ്. ഗുരുനാഥനാണ് ജ്ഞാനം പകർന്നു തരുന്നത്. പക്ഷേ ശിഷ്യൻ വേണമല്ലോ. പട്ടിക്കോ പൂച്ചയ്ക്കോ ഗുരുനാഥൻ ജ്ഞാനം പകർന്നു കൊടുത്തത് കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ യോഗ്യതയുള്ള ഗുരുനാഥനും അതുപോലെ യോഗ്യതയുള്ള ഒരു ശിഷ്യനും, സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരു ശിഷ്യനും ഒത്തുചേരുമ്പോഴാണ്
അവിടെ ജ്ഞാനം വേണ്ട പോലെ പ്രകാശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗുരു ശിഷ്യന്മാരെ തമ്മിൽ സമ്മേളിപ്പിക്കുന്നത് ഈശ്വരൻ്റെ കൃത്യമാണ്. ഈശ്വരനാണ് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഇവർ രണ്ടുപേരും അടുത്ത് വന്നാലല്ലേ പ്രയോജനമുള്ളൂ. ഇവിടെ കാലടിയിൽ ജനിച്ച ശങ്കര ഭഗവത്പാദർ അങ്ങ് നർമ്മദാ തീരം, മധ്യപ്രദേശ് നർമ്മദാ തീരത്തിലുള്ള ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്ത് ചെന്ന് ആത്മവിദ്യ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരത്ഭുതമാണത്. എന്തുകൊണ്ട് ശങ്കരാചാര്യർക്ക് ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്ത് തന്നെ പോകണമെന്ന് തോന്നി? അദ്ദേഹം മിക്കവാറും ധ്യാനത്തിലും സമാധിയിലും ഒക്കെ കഴിയുന്ന ഒരു ജ്ഞാനിയാണ്. അദ്ദേഹത്തെ കാണാൻ ആരും വരാറില്ല. വരാത്തതിന് കാരണം അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഒരു ജ്ഞാനിയുടെ മഹത്വം തിരിച്ചറിയുന്നത്. അവർ ബസ് പിടിച്ചോ കാറ് പിടിച്ചോ ട്രെയിനിൽ കയറിയോ ഫ്ലൈറ്റിൽ കയറിയോ ആ ആചാര്യൻ്റെ അടുത്ത് എത്തും. അവർക്ക് വേണ്ടത് സമക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. ബാക്കിയുള്ളവർ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ് നടക്കും. കാരണം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഒരു മുല്ല അതിന് എത്ര തന്നെ മണമുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള അടുത്ത വീട്ടിൽ പറമ്പിൽ ഇപ്പോൾ നല്ല സുഗന്ധം. എപ്പോഴും അങ്ങനെയാണ്. വിളക്കിൻ്റെ ചുവട്ടിൽ ഇരുട്ടായിരിക്കും, 4 ഭാഗത്തും പ്രകാശം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനിയുമായി അടുത്തിടപഴകുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അറിയാൻ പറ്റില്ല. ജ്ഞാനിയുടെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റി എന്ന് വരില്ല. പക്ഷേ വിദൂരതയിലുള്ള ആരെങ്കിലും ആചാര്യൻ്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിൽ നിന്ന് ഈ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് അവർ യാത്രയാവുകയും ചെയ്യും. എപ്പോഴും അങ്ങനെയാണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. ഫെമിലിയാരിറ്റി എന്ന് പറഞ്ഞാൽ അതിപരിചയം എന്നർത്ഥം. ഡെയിലി കാണാം, എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം, പറ്റുമെങ്കിൽ തോളത്ത് കൈയിടുകയും ആവാം. അങ്ങനെ ഒരു ഗുരുനാഥൻ സുലഭനായി തീർന്നാൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ലോകമറിയില്ല. അദ്ദേഹം വിസിറ്റിംഗ് അവേഴ്സൊക്കെ വെക്കണം. ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെ വിസിറ്റിംഗ് അവേഴ്സ്. നേരത്തെ വിളിച്ചിട്ട് പ്രയർ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. ദക്ഷിണ നിർബന്ധമാണ്. ഗൂഗിൾ പേ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള വിട്ടിതൊന്നും കാണിച്ചിട്ടില്ലല്ലോ. പൈസയല്ല, പണം ചോദിക്കുന്ന സ്ഥലത്ത്, ദക്ഷിണ ചോദിച്ച് വാങ്ങുന്ന സ്ഥലത്ത് ആധ്യാത്മികത ഉണ്ടാവാൻ പറ്റില്ല. അവിടെ പണത്തിനാണ് മുൻതൂക്കം, അറിവിനോ വിദ്യയ്ക്കോ അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോകാതിരിക്കുക. പൈസ കൊടുത്ത് ജ്ഞാനം വാങ്ങേണ്ട ഗതികേട് നമുക്കില്ല. വാൽമീകിയും വേദവ്യാസനും ഒന്നും കാശ് വാങ്ങിച്ചിട്ടല്ല ഇതുപോലെയുള്ള അമൂല്യമായ ഗ്രന്ഥങ്ങൾ വരും തലമുറയ്ക്കായിട്ട് നൽകിയത്. പൈസ വേണ്ട, പൈസ കൊടുത്താൽ പോലും ജ്ഞാനം കിട്ടില്ല. ജ്ഞാനികൾക്ക് പൈസയുടെ ആവശ്യവുമില്ല. അല്പന്മാരാണ് പൈസ ചോദിച്ചു വാങ്ങുന്നത്. നേരത്തെ തന്നെ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് പ്രഭാഷണം ചെയ്യുന്നവർ, അവിടെ ആധ്യാത്മികതയോ ഈശ്വരീയതയോ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് പഠിച്ച ആളുകളായിരിക്കും, പല ശാസ്ത്രങ്ങളെയും വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. പക്ഷേ അവരുടെ വാക്ക് കേട്ട് ആർക്കും ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാവാൻ പറ്റില്ല, ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തിന് പണം? പണമാണോ ഇവിടെയെല്ലാം? ആവശ്യത്തിന് പണമുണ്ട്. പണമില്ലെങ്കിൽ ശരി, എന്തെങ്കിലും ദക്ഷിണ വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറയാം. പണം ഉള്ളവൻ എന്തിനാണ് പിന്നെയും ദക്ഷിണ സ്വീകരിക്കുന്നത്? ജീവിക്കാൻ വകയുണ്ടെങ്കിലേ പിന്നെ എന്തിനാണ്? അപ്പോൾ അവർ ഒരു തരത്തിൽ ഈ ജ്ഞാനത്തെ
കച്ചവടം ചെയ്യുന്നവരല്ലേ. ഇതിനെ ഒരു എന്താ പറയുന്നത്, വിൽപ്പന ചരക്കായി മാറ്റുന്നവരല്ലേ അവർ. അവിടെ എങ്ങനെയാണ് യഥാർത്ഥ ജ്ഞാനം പ്രകാശിക്കാൻ കഴിയുക? യഥാ കഷതി ചിദ്രൂപം തഥൈവ രതിമേത്യതത് ദൃഷ്ടാദൃഷ്ടൈസ്വസംസാരൈശ്ചിരമാസ്തേ യഥാ ചിരം. യഥാ കഷതി ചിദ്രൂപം തച്ച ചിദ്രൂപം കാമകർമ്മവാസനാനുസാരേണ യഥാ യഥാ കഷതി. കാമം, കർമ്മം, വാസന ഇങ്ങനെയൊക്കെയായി മാറുന്നത് ചിത്ത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഭ്രമങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ചിത്ത് തന്നെയാണ്. ആ ചിദ്രൂപം കാമം, കർമ്മം, വാസന ഇവയ്ക്കനുസരിച്ച് എപ്പോഴെപ്പോഴാണോ കഷതി, കഷതി എന്നുള്ളതിന് കൽപ്പനാമാലിംഗ്യതി, സങ്കല്പത്തെ ആശ്രയിക്കുന്നുവോ, സങ്കല്പവുമായി സമ്പർക്കത്തിൽ വരുന്നുവോ, തഥൈവ തത്ര രതിം ആസക്തിമേത്യ, സങ്കല്പങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ സങ്കല്പങ്ങളിൽ ഒരു രതി, ആസക്തി, ഒരു സംഘം, ഒട്ടൽ ഈ ആത്മതത്വത്തിന് അല്ലെങ്കിൽ ചിത്തിന് ഉണ്ടായതുപോലെ തോന്നുന്നു. ദൃഷ്ടാദൃഷ്ടൈർ വേദ്യാവേദ്യൈഹി, കണ്ടതും കാണാത്തതുമായ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കാര്യങ്ങളിൽ, ജഡചിദ്രൂപൈഹി, ജഡം അറിയപ്പെടുന്നു, ചിത്ത അറിയപ്പെടുന്നില്ല. അപ്പോൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും എന്ന് പറഞ്ഞാൽ ജഡവും ചൈതന്യവും. ഇങ്ങനെ ജഡവുമായി ഒരു അനാവശ്യമായ സംബന്ധം അല്ലെങ്കിൽ സമ്പർക്കം ചിത്തിന് ഉണ്ടായതുപോലെ തോന്നുമ്പോഴാണ് ജീവൻ പൊന്തുന്നത്. ആ ജീവൻ്റെ അനുഭവമണ്ഡലത്തിൽ ജഗത്ത് ഉള്ളതുപോലെ കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ ജഡസംബന്ധം ഉപേക്ഷിക്കുക, ജഡവുമായുള്ള സമ്പർക്കം. യഥാർത്ഥത്തിൽ ചിത്തിന് ജഡവുമായി യാതൊരു സംബന്ധവുമില്ല, ഉണ്ടാവാൻ പറ്റില്ല. എന്തുകൊണ്ട്? ചിത്ത് ഉള്ളതും ജഡം ഇല്ലാത്തതുമാണ്. ഉള്ളതിന് ഇല്ലാത്തതുമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടാവാൻ പറ്റുക? പക്ഷേ ജഡവുമായി ചിത്തിന് ഒരു ബന്ധമുണ്ട് എന്ന് ചിത്ത് തെറ്റിദ്ധരിക്കാൻ ആരംഭിച്ചാൽ അവിടെ തുടങ്ങുന്നു കുഴപ്പം. അതായത് ഞാൻ എന്ന ജീവഭാവത്തിൽ നിന്ന് സകല കുഴപ്പങ്ങളും ആരംഭിക്കുന്നു. ആ ജീവഭാവത്തെ തകർത്ത് കളയാതെ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ വേദ്യാവേദ്യം, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും. അറിയപ്പെടുന്നത് ജഡമാണ്, അറിയപ്പെടാത്തത് ചിത്തുമാണ്. കാണപ്പെടുന്നത് ജഡമാണ്, കാണപ്പെടാത്തത് ചിത്താണ്. ഇങ്ങനെ ഈ രണ്ടിനെയും അന്യോന്യ താദാത്മ്യ അധ്യസ്ഥൈഹി, താദാത്മ്യം കൊണ്ടാണ് ഈ ബന്ധം വന്നത്. താദാത്മ്യം എന്ന് പറഞ്ഞാൽ താൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ മറ്റൊന്നിനെ താനാണെന്ന് കരുതുക, അല്ലെങ്കിൽ അതുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് കരുതുക. താൻ അതാണെന്നും അത് താനാണെന്നും കരുതുക. രണ്ടും വേറെ വേറെയാണ് എന്ന് കരുതുക. എന്നിട്ട് ഒട്ടിപ്പിടിക്കുക. ഇതാണ് സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് സംസാരബന്ധം. താനല്ലാത്തവയിൽ താനാണ് എന്ന ഭാവം ഉണ്ടാവുന്നു. അപ്പോഴാണ് ജീവഭാവം പൊന്തുന്നത്. ജീവൻ ആ ഞാൻ എന്ന ഭാവം പൊന്തുമ്പോൾ തന്നെ ഞാൻ ബ്രഹ്മമാണ് എന്ന് സ്വയം ചിന്തിച്ച് ആ ഉറവിടത്തിലേക്ക് തന്നെ ലയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല. അതിനുള്ള ശേഷി ഇല്ലാതായിപ്പോയി. ആ ഞാൻ സങ്കല്പത്തിലൂടെ പെരുകി, ഞാൻ ഇന്നാരാണ്, എനിക്ക് ശരീരമുണ്ട്, പലതും ചെയ്യണം, കാണണം, കേൾക്കണം, ഇങ്ങനെ പല സങ്കല്പങ്ങൾ പൊന്തിയപ്പോൾ ഇന്ദ്രിയങ്ങൾ രൂപപ്പെട്ടു, മനസ്സ് വികസിച്ചു, ശരീരമുണ്ടായി. ഇതിലൊക്കെ ഭ്രമിച്ച് ശരീരമാണ് ഞാനെന്ന ഒരു തെറ്റിദ്ധാരണയുണ്ടായി. ശരീരം ജനിച്ചപ്പോൾ ഞാൻ ജനിച്ചു എന്നുള്ള തോന്നൽ. ഇങ്ങനെ അനാവശ്യമായ ബന്ധങ്ങൾ ജീവൻ സ്വയം ഉണ്ടാക്കി തീർത്തു. അതാണ് ജീവൻ്റെ സംസാര ദുഃഖങ്ങൾക്ക് കാരണം.
അന്യോന്യ താദാത്മ്യ അധ്യസ്ഥൈഃ സ്വസംസാരൈഃ യഥാ പ്രാക് ചിരമാസീത് തഥാ അഗ്രേപി ചിരമാസ്തേ. പണ്ട് ഇങ്ങനെയാണ് ജീവൻ പ്രപഞ്ചവുമായി ബന്ധം സ്ഥാപിച്ചത്. ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ബന്ധത്തിന് ഒരു പൂർണ്ണവിരാമം, ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇടുന്നില്ല എങ്കിൽ ഇത് അനന്തമായി തുടരുക തന്നെ ചെയ്യും. ജീവൻ്റെ സംസാരം ഒടുങ്ങാത്തതായി എന്നും നമ്മൾ ജനിച്ചും മരിച്ചും ഇവിടെ കഴിയേണ്ടി വരും. യഥാ കഷതി ചിദ്രൂപം തഥൈവ രതിമേത്യതത്. സങ്കല്പങ്ങൾ പൊന്തി ആ സങ്കല്പങ്ങളെ സത്യമെന്ന് കരുതി അവയുമായിട്ടൊരു ബന്ധമുണ്ടായി ഈ ജീവന് അതിൽ രസിക്കാൻ തുടങ്ങി, സംഘപ്പെട്ടു. ഇങ്ങനെ കാണാത്തത് പലതുമുണ്ട്, പലതിനെയും കണ്ടു. അപ്പോഴൊക്കെ കാണാത്തത് പലതുമുണ്ട്, അവയെയും കാണണം, അറിയണം, അനുഭവിക്കണം. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഉള്ളിലുണ്ടായി ജീവൻ്റെ സംസാര ബന്ധം ഒരിക്കലും അവസാനിക്കാതെ തുടരുന്നു. അപ്പോൾ ഇത് ജീവൻ സ്വപ്രയത്നത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഏത്? സംസാര വിച്ഛേദം, സംസാരനാശം. അതിന് ജീവനെ സഹായിക്കുന്നത് തത്വവിചാരം മാത്രമാണ്. ആ തത്വവിചാരത്തിലൂടെ തൻ്റെ സ്വരൂപമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ സകല സംസാര ബന്ധങ്ങളിൽ നിന്നും ജീവൻ മുക്തനാകും. അതാണ് അറിവ്, അതാണ് മോക്ഷസ്ഥിതി. നമുക്കിവിടെ നിർത്താം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നാളെ വായിക്കാം.